ഹലോ, അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിന് മുന്നേറ്റ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ ദുബായ് മിറാക്കിൾ ഗാർഡനിൽ പോയി. ഇതിൻ്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് എഴുതിയിട്ടാണ് രണ്ട് ഭാഗമായിട്ട് ഇട്ടിട്ടുള്ളത്. ഇവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനുണ്ട് അവിടെ എന്നുള്ളത്. കാരണം നമ്മുടെ ഫോണിലൊന്നും തികയില്ല, അത്രയും മനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അവിടെ പോയി നേരിട്ട് കാണുക തന്നെ വേണം. ഇനി കാണാൻ സാധിക്കാത്തവരോ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് അവിടെ സംഭവം എന്ന് കാണാമല്ലോ. അങ്ങനെ എടുത്ത വീഡിയോയാണിത്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ഇതിന് മുന്നത്തെ വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പൂക്കളും ശരിക്കും നമ്മൾ അത്രയും മനോഹരം ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത്രയും മെയിൻ്റെനൻസ് അത് ചെയ്യുന്നുണ്ട് അവർ എന്നാണ് അർത്ഥം. കാരണം ഇത്രയും വർഷമായിട്ട് ഇത്രയും നീറ്റിൽ ഇത്രയും ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള രാജ്യക്കാരെന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ആളുകളും തന്നെ ഉണ്ടാകും. എല്ലാ ആളുകളല്ലേ, മീൻസ് എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ അവിടെ എന്തായാലും ഉണ്ടാകും. പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള ഭാഷകളൊക്കെ നമുക്ക് കേൾക്കാം, കാണാം, സംസാരിക്കാം. പറ്റുന്നവരുണ്ടെങ്കിൽ സംസാരിക്കാം അവരോടൊക്കെ. ഇവിടേക്ക് പോകുന്നത് നേരത്തെ പോകാം. നേരത്തെ അത് ഓപ്പണാവുന്ന സമയത്തിന് പോയാൽ നമുക്കൊരു പെട്ടെന്ന് നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോൾ സമയത്ത് നമുക്ക് തിരിച്ചു പോരാൻ സാധിക്കും. കാരണം നമ്മൾ ഒരുപാട് നടന്ന് കാണേണ്ട സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗം വിസിറ്റ് ചെയ്യണം. നമ്മൾ ഒരു ഭാഗം അത് കാണാതെ പോകരുത്. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം കണ്ടില്ലല്ലോ, അവിടെ പോയില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ എല്ലാതും മാക്സിമം പറ്റാവുന്നിടത്തോളം കണ്ടിട്ട് തിരിച്ചു പോരണം. അങ്ങനെ നമ്മൾ നടന്നൊരു ഇതൊരു കവാടം പോലെയാണ്. നമുക്കവിടെ ഇരിക്കാം. അവിടെ വെയിലില്ല, അവിടെ കുറച്ച് നേരം വിശ്രമിക്കുക ചെയ്യാം. അതിൻ്റെ മുകളിൽ നിന്ന് ആ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, നമുക്ക് എല്ലാ ഭാഗവും ചുറ്റിക്കറങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറ്റാവുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഫോട്ടോസ് വീഡിയോസ് എടുത്തുകൊണ്ടേ ഇരിക്കണം അവിടെ. അതിനായിട്ടാണ് എല്ലാവരും വരുന്നത്. കാണുക, ആസ്വദിക്കുക, ഫോട്ടോ എടുക്കുക, ഇതായിരുന്നു മെയിൻ ഉദ്ദേശം. ദുബായി പോയിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം ദുബായ് മിറാക്കിൾ ഗാർഡൻ തന്നെയാണ് കേട്ടോ. അത് പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. പലതരത്തിലുള്ള പല കളറിലുള്ള ഫ്ലവേഴ്സാണ്. ഇതൊക്കെ ഓരോന്ന് എവിടെ നിന്ന് വേണം നമുക്ക് ഫോട്ടോ എടുക്കാം. ഏത് ഭാഗവും ഭംഗിയാണ്. ആ ഫ്രെയിം ഭംഗിയില്ല, ഈ ഫ്രെയിം, അങ്ങനെ എല്ലാ ഭാഗവും ഭംഗിയാണ്. ഫോട്ടോ എടുത്താൽ തീരില്ല, അത്രയും ഭംഗിയാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും. പിന്നെ എൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കും, പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. എന്ത് ഭംഗിയല്ലേ, എൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് മയിൽ പീലി നിൽക്കുന്നത് പോലെ ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് വീട്, ആ മുകളിലായിട്ട് കാണുന്നുണ്ടാവും 2 മയിലുകൾ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നടക്കിയ ഫ്ലവർ ഭംഗി എന്താണെന്ന് ഞാൻ പലവട്ടം പറയുന്നുണ്ടോ, അത്രയും ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ ഈ പക്ഷിയുടെ എനിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ കൈമ വെച്ച് ഫോട്ടോ എടുക്കാൻ എനിക്ക് പൈസ കൊടുക്കണം കേട്ടോ. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഫ്രീ ആയിട്ട് അവർ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ എടുത്തില്ല, നമ്മൾ അടുത്ത മുകളിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ കുറച്ചധികം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് താഴെയുള്ള എല്ലാ വ്യൂവും കാണാനുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് ഒരുപാട് പേര് നിൽക്കുന്നു, താഴെ ഫോട്ടോസ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി വന്ന ആ ഭാഗത്ത് നല്ല ഭംഗി ഇവിടുന്ന് കാണാനായിട്ട്. നമ്മുടെ എയറോപ്ലെയിൻ അവിടെ എംബ്രേറ്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഭാഗം മുതൽ നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്ന ഭാഗം കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഈ ഭാഗത്ത് പോയതൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചൊരു ഫോട്ടോ വീഡിയോ എടുത്ത് വീണ്ടും നടന്നു.
നോക്കാം. അങ്ങനെ നമ്മൾ മുകളിൽ കയറി അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയുള്ള മരല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കളും അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഒരു അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയും ഒരു കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ടോ, ആനയുടെ ഷേപ്പിൽ. നമ്മളിതിന് മുന്നേ കണ്ടു കുതിരയുടെ ഷേപ്പ് കണ്ടു, പെൻഗിൻ്റെ ഷേപ്പ് കണ്ടു, അടുത്തത് ആനയുടെ ഷേപ്പിലുണ്ടോ. രണ്ട് മയിലുകൾ ഇങ്ങനെ പീല് താഴോട്ട് നീട്ടിയിരിക്കുന്നത് പോലെയുള്ള അടുത്ത ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ കാണുന്നുണ്ടാവും നിങ്ങൾ ആ മരത്തിൻ്റെ രണ്ട് ഭാഗത്തായിട്ട്. നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ച് നോക്കി കാണാം, പല രൂപങ്ങളും കാണാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇതിന് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്നും ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിന് മുന്നേ നമ്മൾ മയിൽ പീല് ഉയർത്തി നിൽക്കുന്നത് പോലെയുള്ള കണ്ടില്ലേ, അങ്ങനെ പല രൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാലേ, ഒരേ തരത്തിലുള്ള പൂക്കൾ പല കളറിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം അവസാനത്തിൻ്റെ എക്സിറ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുതിരയുടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. നമ്മളവിടുന്ന് എൻട്രി ആയി ഈ ഭാഗത്തേക്ക് എക്സിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കുറച്ച് വിട്ടു പോയിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് അങ്ങോട്ട് പോവാണ്. ഇവിടെ വന്നപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ട്, ഡാൻസ് ചെയ്യുന്ന പോലെ ഫ്ലവർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നത്. നല്ല സ്പീഡിൽ പതുക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും കുറച്ചുകൂടി താഴേക്ക് പോകാണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗം നമ്മൾ കാണാതെ പോയിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നതാണ്. നമ്മൾ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കിലെ ഭൂതത്തിൻ്റെ പോലെ ഷേപ്പിക്കുന്നുണ്ട്. അതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് പേര് ഫോട്ടോസ് വെക്കുന്നുണ്ടോ അവിടെ. ഒരുപാട് പേര് നമ്മൾ പോകാൻ സമയപ്പോഴും ഒരുപാട് പേര് വന്നു. നമ്മൾ ഫ്രെയിമിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല, 10-15 പേര് നമ്മൾ ഫ്രെയിമിലുണ്ടാവും. പക്ഷെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് ആദ്യമൊന്നും വലിയ പ്രശ്നമുണ്ടായില്ല. അവസാനമൊക്കെ ആയപ്പോഴും ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ വഴി നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ കറങ്ങി ഈ ഭാഗത്തേക്ക് വരാതെ പോയതായിരുന്നു. തിരിച്ച് നമ്മൾ വീണ്ടും വന്നതാണ്. ഈ ഒരു ഭാഗം കാണാതെ പോയി കഴിഞ്ഞ് കുറച്ച് പോയില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷേ നമ്മൾ വന്ന് കണ്ടു. പിന്നെ നമ്മൾ കുറച്ചും കൂടി നടന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വീടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലവറും കൊണ്ട് കണ്ടോ, ഇങ്ങനെ കുറച്ച് അധികം വീടുകളുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി നമ്മൾ അവിടെയൊക്കെ വീഡിയോസ് എടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തു പോന്നു. ഇനി അടുത്തത് ദുബായിലെ ഏറ്റവും നല്ല നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കാണ് അടുത്ത് പോകുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടുണ്ടാവും. താങ്ക് യു.